തൃശൂർ ചേലക്കര താലൂക്ക് ആശുപത്രിക്കെതിരെ വീണ്ടും ചികിത്സാ പിഴവ് ആരോപണം. കൈയുടെ ഞരമ്പ് മുറിഞ്ഞ രോഗിക്ക് ശരിയായ ചികിത്സ നൽകിയില്ല എന്നാണ് പരാതി. വെട്ടുകത്തി കൊണ്ട് കൈഞ്ഞരമ്പ് മുറിഞ്ഞ ചേലക്കര സ്വദേശി ഷാജിയെ നാളെ അമല ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കും. തുടർച്ചയായ ചികിത്സാ പിഴവിൽ കോൺഗ്രസ് ചേലക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. ഡ്രസ്സിങ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ ക്ലീൻ ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോളിൽ നേഴ്സായ കാരണം അവൾ തന്നെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ കൈക്കാകെ നീരും വന്ന് വിരൽ പൊന്തണമില്ല. ഈ ഭാഗം കംപ്ലീറ്റ് മരവിപ്പ് ആയ കാരണം ഞാൻ ചേലക്കര പോയിട്ട് ഗൗതമൻ സാറിനെ കണ്ടു. ഗൗതമൻ സാറിനെ കണ്ടപ്പോൾ ഗൗതമൻ സാറ് പറഞ്ഞു ഉള്ളിൽ ഞരമ്പ് കട്ടയേക്കാന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ മടക്കാഞ്ചേരി പോയി സുധീർ ഡോക്ടറെ കണ്ടു. അപ്പോൾ സുധീർ ഡോക്ടർ പറഞ്ഞു ഞരമ്പ് കട്ടായി, ഞരമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിപ്പോയി. പിന്നെയും അമലയിൽ വന്നിട്ട് നീ കടന്നിട്ട് അത് കീറി ഞരമ്പ് തുന്നിക്കൂട്ടി പുറത്തും തുന്നിക്കൂട്ടിയിട്ട് 1 മാസം പ്ലാസ്റ്റർ ഇട്ടിരിക്കാൻ പറഞ്ഞു. ഈ ഡോക്ടർ ആദ്യമേ ഇതൊന്ന് നോക്കി പറഞ്ഞാൽ പോരാ. ഡോക്ടർ ഒന്ന് തൊട്ട് നോക്കി, എൻ്റെ കയ്യിലൊന്ന് തൊട്ട് നോക്കിയിട്ട് പോലുമില്ല ഡോക്ടർ. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ വെച്ചിരിക്കണത്? എന്തിനാണ് സർക്കാർ ഇവർക്ക് ശമ്പളം കൊടുക്കണത്? നമ്മളൊക്കെ നികുതി പണത്തിൽ നിന്ന് എടുത്തിട്ടല്ലേ ഒരു ശമ്പളം കൊടുത്തോണ്ടിരിക്കണേ. സൂരജ് സജി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്, അതിനെതിരെയാണ് ഇങ്ങനെയൊരു പരാതി വരുന്നത്. ഈ തുന്നിക്കെട്ടിയ മുറിവിൽ നിന്ന് 5 മാസത്തിന് ശേഷം മരച്ചീള് കിട്ടിയെന്നുള്ള പരാതി ഉയർന്നിട്ട് 2 ആഴ്ച പോലും ആയിട്ടില്ല. അതിനിടയിലാണ് പുതിയൊരു പരാതി ഈ ആശുപത്രിക്കെതിരെ ഉയരുന്നത്. എന്താണ് ഈ പരാതി? നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ് സൂരജ്? ഈ സർക്കാർ ആശുപത്രികളിലേക്ക് എത്തുമ്പോൾ മെച്ചപ്പെട്ട ചികിത്സ നൽകും എന്നുള്ള ഒരു വിശ്വാസം ഓരോരുത്തർക്കുമുണ്ട്. ആ വിശ്വാസം തുടർച്ചയായി ചേലക്കരയിലെ താലൂക്ക് ആശുപത്രിയിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. 5 ദിവസം കഴിഞ്ഞ മാസം ഈ മാസം 5-ാം തീയതിയാണ് ഇപ്പോൾ ഈ കടങ്ങോട് സ്വദേശി ആശുപത്രിയിൽ എത്തുന്ന. വാക്കത്തി കൊണ്ട് കൈമുറിഞ്ഞ് അവിടെ എത്തി. ഡോക്ടർ ഇത് പരിശോധിച്ച ശേഷം ഇത് കെട്ടിവെച്ചതിന് ശേഷം ഒരു ആന്റിബയോട്ടിക് നൽകി, ഒന്നുമില്ല അത് മാറിക്കോളും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മടക്കി അയക്കുന്നു. അതിനുശേഷം പിറ്റേ ദിവസമായപ്പോൾ കൈക്ക് വല്ലാതെ നീര് വെക്കുന്നു. ഈ വിരല് അനക്കാൻ പറ്റുന്നില്ല, ചലനശേഷി തന്നെ നഷ്ടപ്പെടുന്നു. ഇതോടുകൂടിയാണ് സമീപത്തെ ഒരു ക്ലിനിക്കിലെത്തി പരിശോധന നടത്തുന്നത്. അപ്പോൾ ഈ ഞരമ്പ് മുറിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ആശുപത്രിയിലേക്ക് പോകാൻ നിർദ്ദേശിക്കുന്നു. ആ സ്വകാര്യ ആശുപത്രിയിലെത്തി പരിശോധന നടത്തുമ്പോഴാണ് ഈ ഞരമ്പ് മുറിഞ്ഞു പോയി എന്നത് മാത്രമല്ല, അത് 2 ദിശയിലേക്ക് മാറുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഇനി ഈ മുറിവിന്റെ ഭാഗത്ത് വലിയ രീതിയിൽ ഒരു ശസ്ത്രക്രിയ നടത്തി ഈ മുറിവ് ഈ ഞരമ്പ് കൂട്ടിച്ചേർക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നാളെ അമൃത ആശുപത്രിയിൽ ഈ കടങ്ങോട് സ്വദേശിയുടെ ശസ്ത്രക്രിയ നടക്കും എന്നുള്ളതാണ് അറിയിക്കുന്നത്. ടി.കെ. സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാഴ്ചക്കിടെ 3ാമത്തെ സംഭവമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യം ഈ തുന്നിക്കെട്ടിയ മുറിവിൽ നിന്ന് മരച്ചീള് കണ്ടെടുത്തു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കാലിൽ പൊട്ടലുമായി ചെന്ന ആളോട് ഈ ചെറിയ ബാൻഡേജ് ചുറ്റിവെച്ച് അവർ അവിടെ നിന്ന് മടക്കി അയച്ചു. പിന്നീട് ഈ വേദന അസഹനീയമായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അതിൽ പൊട്ടലുണ്ട് എന്ന് കണ്ടെത്തി. അതിനുശേഷമാണ് ഇപ്പോൾ 3ാമത്തെ സംഭവം ഇതേ ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപക പ്രതിഷേധമാണ് പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തുന്നത്. ടി.കെ. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.